വെൽക്കം ബാക്ക് ടു സിയ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് ബയോകെമിസ്ട്രി ഭാഗത്തിൽ ലാസ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് ഓട്ടോമേഷൻ ഇൻ ബയോകെമിസ്ട്രി. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്പ് ഓഫ് അനലൈസർ, വാരിയസ് അസേ ടെക്നിക്സ്, POCT എക്സെട്ര. ഇതെല്ലാമാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കടക്കാം. ഓട്ടോമേഷൻ ഇൻ ബയോകെമിസ്ട്രി. മെക്കാനൈസേഷൻ ഓഫ് manual techniques with the minimal involvement of an analyst or technician. അതായത് ഒരു അനലിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ടെക്നീഷ്യൻ്റെയോ കുറഞ്ഞ ഇൻവോൾവ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട്, കുറഞ്ഞ പങ്കാളിത്തം ഉപയോഗിച്ചുകൊണ്ടുള്ള മാനുവൽ ടെക്നിക്കുകളുടെ മെക്കാനൈസേഷൻ അതായത് യന്ത്രവൽക്കരണം, അതാണ് ഓട്ടോമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ അവൈലബിലിറ്റി ഓഫ് ഓട്ടോമേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എനാബിൾസ് laboratories to manage much larger workloads without comparable increases in സ്റ്റാഫ്. അതായത് സ്റ്റാഫുകളുടെ ഒരു ലഭ്യത അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ എണ്ണം കൂട്ടാതെ തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നു? ഈ ഒരു ലബോറട്ടറിയിൽ ഓട്ടോമാറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ലാർജർ ആയിട്ടുള്ള വർക്ക് ലോഡ്സൊക്കെ അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഓട്ടോമേഷൻ ഇൻക്ലൂഡ്സ്, ഓട്ടോമേഷനിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് വൺ, പ്രോസസ്സിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് സ്പെസിമെൻ. ഈ സ്പെസിമെൻ്റെ പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട്. സെക്കൻഡായിട്ട് പറയുന്നത് ഈ ഒരു ഓട്ടോമാറ്റഡ് അനലൈസേഴ്സിലോട്ട് ഈ ഒരു സ്പെസിമെനെ ലോഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ തേർഡ് പറയുന്നത് അസസ്മെൻറ്റ് ഓഫ് ദ റിസൾട്ട് ഓഫ് ദ പെർഫോംഡ്, അതായത് അവിടെ നടന്നിട്ടുള്ള ആ ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ടിൻ്റെ അസസ്മെൻറ്റ്. Then reduction in the variability of result, errors of analysis and the improved reproducibility gained by automation has led to a significant improvement in quality of laboratory test. അതായത് ഓട്ടോമേഷൻ വന്നപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ഈ ഒരു വാരിയബിലിറ്റി, അതായത് റിഡക്ഷൻ ഇൻ ദ വാരിയബിലിറ്റി ഓഫ് റിസൾട്ടുകളിലുള്ള വാരിയബിലിറ്റി ഒക്കെ കുറയ്ക്കാനായിട്ട് പറ്റി. അതുപോലെ അനാലിസിസിലുള്ള എറേഴ്സ് കുറയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ ഇംപ്രൂവ്ഡ് റീപ്രൊഡ്യൂസിബിലിറ്റി, നമുക്കതിൽ ആ റിസൾട്ടിൻ്റെ ഒരു റീപ്രൊഡ്യൂസിബിലിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുവഴി, അപ്പോൾ ഈ ഒരു ഓട്ടോമേഷൻ വഴിയാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ അതുവഴി ഈ ഒരു ലബോറട്ടറി ടെസ്റ്റിൻ്റെ ക്വാളിറ്റിയിൽ അതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെ വരുത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓട്ടോ അനലൈസർ റീപ്ലേസസ് ദ സ്റ്റെപ്സ് ഓഫ് pipetting, protein-free filtration, manual incubation, etc. with automated devices. It increases the accuracy and precision of the method. അപ്പോൾ എന്താ പറയുന്നത്? ഈ ഒരു ഓട്ടോ അനലൈസർ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്? പിപ്പറ്റിങ്, അതുപോലെ പ്രോട്ടീൻ ഫ്രീ ഫിൽട്രേഷൻ, പിന്നെ മാനുവൽ ഇൻക്യുബേഷൻ. ഈ ഒരു സ്റ്റെപ്പുകളിനൊക്കെ ഈ ഓട്ടോ അനലൈസർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് വിത്ത് ഓട്ടോമാറ്റഡ് ഡിവൈസ്. എന്ത് യൂസ് ചെയ്തിട്ട്? ഒരു ഓട്ടോമാറ്റഡ് ഡിവൈസുകൾ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതുവഴി ഇത് ഇൻക്രീസസ്, അത് എന്ത് ചെയ്തു? ഈ ഒരു മെത്തേഡുകളുടെ ആക്യുറസി അതുപോലെ തന്നെ പ്രിസിഷനൊക്കെ ഇൻക്രീസ് ചെയ്യുകയാണ് ഉണ്ടായത്. ടൈപ്സ് ഓഫ് അനലൈസർ. ഫസ്റ്റ് വൺ, സെമി ഓട്ടോ അനലൈസർ. സെമി ഓട്ടോ അനലൈസർ എന്ന് പറയുന്നത് ഒരു പാർഷ്യൽ ഓട്ടോമേഷൻ ടെക്നിക്കാണ്. ഇവിടെ സാമ്പിൾസ് ആൻഡ് റിയേജൻസ് ആണ് മിക്സ്ഡ് ആവുന്നത് ആൻഡ് റീഡ് മാനുവലി. പിന്നെ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് കാൽക്കുലേഷനും അതുപോലെ തന്നെ റിപ്പോർട്ടിങ്ങും ചെയ്യുന്നത്. അപ്പം എന്താ? കാൽക്കുലേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ഈസ് ഡൺ ബൈ ദ ഇൻസ്ട്രുമെൻറ്റ്. നെക്സ്റ്റ്, ഫുള്ളി ഓട്ടോ അനലൈസർ. ഫുള്ളി ഓട്ടോ അനലൈസർ എന്ന് പറയുമ്പോൾ all the steps including pipetting and mixing the sample and reagent, incubation, reading, calculation and reporting is done by the instrument. അപ്പോൾ എന്താ പറയുന്നത്? ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് പിപ്പറ്റിങ്, മിക്സിംഗ് ഓഫ് സാമ്പിൾ ആൻഡ് റിയേജൻറ്റ്, ദെൻ ഇൻക്യുബേഷൻ, റീഡിങ്, കാൽക്കുലേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്. ഇതെല്ലാം ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള എല്ലാ സ്റ്റെപ്പുകളും ചെയ്യുന്നത് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുള്ളി ഓട്ടോ അനലൈസർ. അപ്പോൾ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുള്ളി ഓട്ടോ അനലൈസർ ആണ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് ബാച്ച് അനലൈസർ ആണ്. വൺ പാരാമീറ്റർ ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് എ ടൈം enabling one batch of specific test to be automatically conducted. The next parameter is estimated only after the completion of one. അതായത് അറ്റ് എ ടൈം ഒരു പാരാമീറ്ററിനെ മാത്രമാണ് ഇവിടെ എസ്റ്റിമേറ്റഡ് ചെയ്യുന്നത്. അതിനുശേഷം അടുത്തൊരു പാരാമീറ്റർ എന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റത്തെ പാരാമീറ്റർ കംപ്ലീറ്റഡ് ആയതിനു ശേഷം മാത്രമാണ് നെക്സ്റ്റ് പാരാമീറ്ററിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നുള്ളൂ.
രണ്ടാമത് പറയുന്നത് റാൻഡം ആക്സസ് ഓട്ടോ അനലൈസർ. ദീസ് അനലൈസേഴ്സ് ക്യാൻ സ്റ്റോർ മോർ ദാൻ വൺ റിയേജൻറ്റ്. ഈ അനലൈസർ എന്ന് പറയുമ്പോൾ അതിന് മോർ ദാൻ വൺ റിയേജൻറ്റിനെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സാമ്പിൾസ് ആർ പ്ലേസ്ഡ് ഇൻ ദ മെഷീൻ ആൻഡ് ദ കമ്പ്യൂട്ടർ ഈസ് പ്രോഗ്രാംഡ് ടു ക്യാരി ഔട്ട് എനി നമ്പർ ഓഫ് സെലക്റ്റഡ് ടെസ്റ്റ് ഓൺ ഈച്ച് സാമ്പിൾ. സാമ്പിൾ നമ്മൾ ഈ ഒരു മെഷീനിൽ വെച്ചതിന് ശേഷം നമുക്ക് ഓരോ സാമ്പിളിലും എത്ര സെലക്റ്റഡ് ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാംഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രയോറിറ്റി ക്യാൻ ബി ഗിവൺ ടു ടെസ്റ്റ് ടു എനി സാമ്പിൾ ഓർ എനി ടെസ്റ്റ് വിത്തൗട്ട് എനി സ്പെസിഫിക് ഓർഡർ. ഈ ഒരു റാൻഡം ആക്സസ് ഓട്ടോ അനലൈസറിനെ സ്റ്റാറ്റ് എന്നും പറയുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു പേരാണ് സ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഷോർട്ട് ടേൺ അറൗണ്ട് ടൈം അനലൈസർ. അപ്പം എന്താ സാറ്റ് അനലൈസർ എന്ന് പറയുന്നുണ്ട്. ദേ ക്യാൻ പെർഫോം സിംഗിൾ ടെസ്റ്റ്, പ്രൊഫൈൽ പാറ്റേൺ ഓർ എമർജൻസി ടെസ്റ്റ്. നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രോലൈറ്റ് അനലൈസേഴ്സ്. ഇലക്ട്രോലൈറ്റ് അനലൈസറിൽ പറയുന്നത് ലേറ്റസ്റ്റ് ഓട്ടോമാറ്റഡ് ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ ദ എസ്റ്റിമേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്സ് സച്ച് ആസ് സോഡിയം Na+, പൊട്ടാസ്യം K+, എക്സെട്ര ഇൻ പ്ലേസ് ഓഫ് ഫ്ലെയിം ഫോട്ടോമീറ്റർ. ഈ ഇലക്ട്രോലൈറ്റ്സ് ആയിട്ടുള്ള സോഡിയം Na+, പൊട്ടാസ്യം K+, ഇവയുടെ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് ലേറ്റസ്റ്റ് ഓട്ടോമാറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഈ ഒരു ഫ്ലെയിം ഫോട്ടോമീറ്ററിന് പകരം യൂസ് ചെയ്യുന്നത്. അതാണ് ഇലക്ട്രോലൈറ്റ് അനലൈസർ എന്ന് പറയുന്നത്. ദ ഇൻസ്ട്രുമെൻറ്റ് യൂസസ് അയൺ സെലക്റ്റീവ് ഇലക്ട്രോഡ്സ്, ISES. അതായത് അയൺ സെലക്റ്റീവ് ഇലക്ട്രോഡ്സ് ആണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റ് അനലൈസേഴ്സ് ആർ ബേസ്ഡ് ഓൺ പൊട്ടൻഷ്യോമെട്രിക് മെത്തേഡ് ഓഫ് അയൺ മെഷർമെൻറ്റ്. അതായത് അയൺ മെഷർമെൻറ്റിൻ്റെ ഈ ഒരു പൊട്ടൻഷ്യോമെട്രിക് മെത്തേഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇലക്ട്രോലൈറ്റ് അനലൈസേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ISE എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? അയൺ സെലക്റ്റീവ് ഇലക്ട്രോഡ്സ്. അപ്പോൾ ഈ ISE യൂസ് മെംബ്രെയിൻസ് വിത്ത് വെരി സെലക്റ്റീവ് പെർമിയബിലിറ്റി ഓർ സെൻസിറ്റിവിറ്റി ടു ദ അനലൈറ്റ് അയോൺ സൈസ് ആൻഡ് ചാർജ്. അനലൈറ്റ് അയോണിൻ്റെ ചാർജ്, സൈസ്, അതിനോട് സെൻസിറ്റിവിറ്റി കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു നല്ല സെലക്റ്റീവ് പെർമിയബിലിറ്റി ഉള്ള മെംബ്രെയിൻസ് ആണ് ഈ ISEs യൂസ് ചെയ്യുന്നത്. ഈ മെംബ്രെയിൻസിനൊക്കെ പോഴ്സുകൾ ഉണ്ടായിരിക്കും that limit the size of ions that may enter the membrane. They may be impregnated with chemicals. അവ കെമിക്കൽസുമായിട്ട് ഇംപ്രഗ്നേറ്റഡ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ അയണോസ്പോർസ് എന്ന് പറയുന്നത്. വിച്ച് അലോ ഓൺലി സെലക്റ്റഡ് അയോൺസ് ടു ബി സെൻസ്ഡ് ബൈ ഇലക്ട്രോഡ്. ആ ഒരു ഇലക്ട്രോഡ് സെൻസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള അയോൺസിനെ മാത്രമായിരിക്കും അത് കടത്തിവിടുന്നത്. എക്സാമ്പിൾ ഫോർ അയണോസ്പോറിനുള്ളൊരു എക്സാമ്പിളാണ് വാലിനോമൈസിൻ എന്ന് പറയുന്നത്. വാലിനോമൈസിന് ഈ ഒരു പൊട്ടാസ്യത്തിനോട് അത് ഭയങ്കര ഹൈലി സെലക്റ്റീവ് ആയിരിക്കും. വിത്ത് ലിറ്റിൽ ടു നോ റെസ്പോൺസ്, ചിലപ്പോൾ കുറച്ചോ അല്ലെങ്കിൽ തീരെ റെസ്പോൺസ് മറ്റേ ഫിസിയോളജിക് കോൺസെൻട്രേഷൻ ഓഫ് അതർ അയോൺസിനോട്, അതായത് സോഡിയം, കാൽസ്യം ഓർ മഗ്നീഷ്യം, ഇവയോടൊന്നും വലിയ രീതിയിലുള്ള സെലക്റ്റീവ് കാണിക്കുന്നുണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഒരു ചെറുതായിട്ടോ അല്ലെങ്കിൽ നോ റെസ്പോൺസോ ആണ് ഇത് കാണിക്കുന്നത്. അഡ്വാൻസ്ഡ് അസേ ടെക്നിക്ക് കെമിലൂമിനസെൻ്റ് ഇമ്മ്യൂണോ അസേ അല്ലെങ്കിൽ CLIA ഈസ് ദ വൺ ഓഫ് ദ ലേറ്റസ്റ്റ് ട്രെൻഡ് ഇൻ ഡയഗ്നോസിസ്. അപ്പോൾ ഡയഗ്നോസിസിലുള്ള ഒരു ലേറ്റസ്റ്റ് ട്രെൻഡാണ് ഈ ഒരു CLIA എന്ന് പറയുന്നത്. ദ ലൈറ്റ് എമിഷൻ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ. ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ലൈറ്റ് എമിഷനെയാണ് കെമിലൂമിനസെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കെമിലൂമിനസെൻ്റ് ഇമ്മ്യൂണോ അസേയിൽ ഈ ഒരു കെമിലൂമിനസെൻ്റ് മോളിക്യൂൾസ് ഈസ് യൂസ്ഡ് ആസ് എൻ ഇൻഡിക്കേറ്റർ ലാബൽ ടു ഡിറ്റക്ട് ആൻഡ് ക്വാണ്ടിഫൈ ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻസിനൊക്കെ ക്വാണ്ടിഫൈ ചെയ്യുന്നതിനും ഡിറ്റക്റ്റ് ചെയ്യുന്നതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് കെമിലൂമിനസെൻ്റ് മോളിക്യൂൾസ് ആയിരിക്കും. എക്സാമ്പിൾസ് ഓഫ് കെമിലൂമിനസെൻ്റ് ലാബൽസ്. അപ്പോൾ ഈ ഒരു കെമിലൂമിനസെൻ്റ് ലാബൽസിൽ വരുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഐസോലൂമിനോൾ ആൻഡ് അക്രിഡീനിയം എസ്റ്റേഴ്സ്. അപ്പോൾ ഇതാണ് ഒരു കെമിലൂമിനസെൻ്റ് ലാബൽസിനുള്ള എക്സാമ്പിൾസ്. ഓക്സിഡേഷൻ ഓഫ് ഐസോലൂമിനോൾ ബൈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എ catalyst. Example, microperoxidase produce a light emission at 425 നാനോമീറ്റർ. അതായത്
ഈ ഒരു കാറ്റലിസ്റ്റ് ആയിട്ടുള്ള മൈക്രോ പെറോക്സിഡൈസിൻ്റെ പ്രസൻസിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വഴി ഈ ഐസോലുമിനോളിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. അങ്ങനെ അതൊരു ലൈറ്റ് എമിഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അറ്റ് 425 നാനോമീറ്റർ. ഓക്സിഡേഷൻ ഓഫ് ആൻ acridinium esters by alkaline hydrogen peroxide in the presence of a detergent, for example Triton X100, produce a rapid flash of light at 429 നാനോമീറ്റർ. അപ്പോൾ അക്രിഡിനിയം എസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഓക്സിഡേഷൻ സംഭവിപ്പിക്കുന്നത് ആൽക്കലൈൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അപ്പോൾ അവിടെ വരുന്ന ഡിറ്റർജൻറ്റ് എന്ന് പറയുന്നത് ട്രൈറ്റൺ X100 ആണ്. അപ്പോൾ അതുവഴി അതൊരു റാപ്പിഡ് ഫ്ലാഷ് ഓഫ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അറ്റ് 429 നാനോമീറ്റർ. ഈ ഒരു വേവ് ലെങ്ത്തിനെ മെഷർ ചെയ്യുന്നത് വഴി നമുക്ക് ഈ അനലൈറ്റ്സിൻ്റെ കോൺസെൻട്രേഷനെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. The assay process which involves the enzymatic conversion of a substrate to a fluorescent product, അതിനെയാണ് കെമി ഫ്ലൂറസെൻസ് അസേ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, എൻസൈമാറ്റിക് കൺവേർഷൻ ഓഫ് എ സബ്സ്ട്രേറ്റ്, ഒരു സബ്സ്ട്രേറ്റിൻ്റെ എൻസൈമാറ്റിക് കൺവേർഷൻ വഴി ഒരു ഫ്ലൂറസെൻറ്റ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന ആ ഒരു അസേ പ്രോസസ്സിനെയാണ് കെമി ഫ്ലൂറസെൻസ് അസേ എന്ന് പറയുന്നത്. ദ എൻസൈംസ് ക്ലീവ്സ് a phosphate group from fluorogenic substrate to yield a highly fluorescent product. എന്താ ചെയ്യുന്നത്, ഈ എൻസൈം എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലൂറോജനിക് സബ്സ്ട്രേറ്റിൽ നിന്നും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ അത് ക്ലീവ് ചെയ്യുന്നു, അത് കട്ട് ചെയ്യുന്നു, ടു yield എന്നിട്ട് ഒരു ഹൈലി ഫ്ലൂറസെൻറ്റ് പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാവുകയാണ്, yield ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ assay involved with measuring the amount of transmitted ലൈറ്റ്, അതിനെയാണ് ടർബിഡോമെട്രി എന്ന് പറയുന്നത്. എന്താണ്, ഒരു അസേ ഇൻവോൾവ് വിത്ത് മെഷറിങ് ദ എമൗണ്ട് ഓഫ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ്. ഈ ട്രാൻസ്മിറ്റഡ് ആവുന്ന ലൈറ്റിൻ്റെ എമൗണ്ടിനെ മെഷർ ചെയ്യുന്ന അത് ഇൻവോൾവ് ആവുന്ന ഒരു അസേയാണ് ടർബിഡോമെട്രി എന്ന് പറയുന്നത്. കോമൺലി എംപ്ലോയ്ഡ് അസേ മെത്തേഡ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ടോട്ടൽ പ്രോട്ടീൻ ഇൻ യൂറിൻ ആൻഡ് CSF വിച്ച് കണ്ടെയ്ൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് പ്രോട്ടീൻ, അതാണ് ടർബിഡോമെട്രി. അതായത് CSF അതുപോലെ തന്നെ യൂറിനിലുള്ള ടോട്ടൽ പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷനെ ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോമൺലി എംപ്ലോയ്ഡ് അസേ മെത്തേഡ് ആണ് ഈ ഒരു ടർബിഡോമെട്രി എന്ന് പറയുന്നത്. ഇനി നെഫ്ലോമെട്രി എന്താണെന്ന് നോക്കാം. അസേ മെത്തേഡ് കൺസേൺഡ് വിത്ത് മെഷർമെൻറ്റ് ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ് ഫ്രം എ ക്യൂവറ്റ് കണ്ടെയ്നിങ് സസ്പെൻഡഡ് മോളിക്യൂൾസ് ഇൻ എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിൽ ഉള്ള സസ്പെൻഡഡ് മോളിക്യൂൾസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു ക്യൂവറ്റിൽ നിന്നും സ്കാറ്റേർഡ് ആവുന്ന ലൈറ്റിൻ്റെ മെഷർമെൻറ്റിനെ കൺസേൺ ചെയ്തിട്ടുള്ള ഒരു അസേ മെത്തേഡാണ് നെഫ്ലോമെട്രി എന്ന് പറയുന്നത്. സിറത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ, ഹാപ്റ്റോഗ്ലോബുലിൻ, അതുപോലെ തന്നെ റിയാക്റ്റീവ് പ്രോട്ടീൻസ് എക്സിട്ര ഇവയൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നെഫ്ലോമെട്രി ഉപയോഗിക്കുന്നത്. എ ഹൈലി ഇംപ്രൂവ്ഡ് ഫോം ഓഫ് കോളൺ ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി, അതാണ് ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി എന്ന് പറയുന്നത്, HPLC. അപ്പോൾ എന്താ പറയുന്നത്, ഒരു ഹൈലി ഇംപ്രൂവ്ഡ് ഫോം ഓഫ്, അതായത് കോളൻ ലിക്വിഡ് ക്രോമറ്റോഗ്രാഫിയുടെ ഒരു ഹൈലി ഇംപ്രൂവ്ഡ് ഫോമാണ് ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി അല്ലെങ്കിൽ HPLC എന്ന് പറയുന്നത്. ദ ഫ്ലൂറസെൻസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് യൂസിങ് ഫ്ലൂറസെൻസ് ഇമേജർ യൂസ് ചെയ്തിട്ടാണ് ഫ്ലൂറസെൻസിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. HPLC ഹൈലി പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി എന്ന് പറയുന്നത് അതിനൊരു എബിലിറ്റി ഉണ്ട്. എന്ത് എബിലിറ്റിയാണ്, എബിലിറ്റി ടു സെപ്പറേറ്റ് ആൻഡ് ഐഡൻറ്റിഫൈ compounds that are present in any samples that can be dissolved in a liquid in trace concentration as low as parts per trillion. അതായത് ഇതിനൊരു എബിലിറ്റി ഉണ്ട്. എന്താണ്, ഒരു സാമ്പിളിൽ പ്രസൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും സെപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു എബിലിറ്റി ഈ ഒരു HPLCക്ക് ഉണ്ട്. HPLCയിൽ ഇവിടെയുള്ള ഈ ഒരു മിക്സ്ചർ അല്ലെങ്കിൽ ഈ ഒരു അനലൈറ്റ്, സാമ്പിൾ മിക്സ്ചർ അല്ലെങ്കിൽ അനലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സോൾവെൻറ്റിലൂടെ, ഒരു ഹൈ പ്രഷറിൽ സോൾവെൻറ്റിലൂടെ അതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് ത്രൂ എ കോളൺ വിത്ത് ക്രോമറ്റോഗ്രാഫിക് പാക്കേജിംഗ് മെറ്റീരിയൽ. ദ സാമ്പിൾ ഈസ് ക്യാരിഡ് ബൈ എ മൂവിംഗ് കാരിയർ ഗ്യാസ് സ്ട്രീം ഓഫ് ഹീലിയം ഓർ നൈട്രജൻ. ക്ലിനിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് HPLC. First one, urine analysis, antibiotic analysis in blood.
സെക്കൻഡ് പറയുന്നത് അനാലിസിസ് ഓഫ് ബിലിറൂബിൻ ബിലിവോഡിൻ ഇൻ ഹെപ്പാറ്റിക് ഡിസോർഡേഴ്സ്. ദെൻ ഡിറ്റക്ഷൻ ഓഫ് എൻഡോജീനസ് ന്യൂറോപെപ്റ്റൈഡ്സ് ഇൻ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഓഫ് ബ്രെയിൻ എക്സെട്ര. നെക്സ്റ്റ് പോയിൻ്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് POCT. പോയിൻ്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ POCT എന്ന് പറയുന്നത് ഈസ് ദ ടെസ്റ്റിംഗ് അറ്റ് ഓർ നിയർ ദ പോയിൻ്റ് ഓഫ് കെയർ. POCT utilizes dry chemistry principle, uses easy to use membrane based test strips enclosed by plastic test cassettes and often accomplished through the use of portable ആൻഡ് ഹാൻഡ് ഹെൽഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. എക്സാമ്പിൾ ബ്ലഡ് ഗ്ലൂക്കോസ് മീറ്റർ. അതായത് ഈ ഒരു POCT എന്ന് പറയുന്നത് ഡ്രൈ കെമിസ്ട്രി പ്രിൻസിപ്പിളാണ് അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. പിന്നെ അവർ യൂസ് ചെയ്യുന്നത് ഈസി ടു യൂസ് മെംബ്രെയിൻ ബേസ്ഡ് ടെസ്റ്റ് സ്ട്രിപ്പുകൾ, പിന്നെ എൻക്ലോസ്ഡ് ബൈ പ്ലാസ്റ്റിക് ടെസ്റ്റ് കാസറ്റ്സ് ആൻഡ് ഓഫൺ അക്കംപ്ലിഷ്ഡ് ത്രൂ. അവിടെ വേറെ യൂസ് ചെയ്യുന്നത് പോർട്ടബിൾ ആൻഡ് ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതായത് ബ്ലഡ് ഗ്ലൂക്കോസ് മീറ്റർ പോലുള്ള പോർട്ടബിൾ ആൻഡ് ഹാൻഡ് ഹെൽഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. Then PCOT includes blood glucose testing, blood gas and electrolyte analysis, rapid coagulation testing, അതായത് PT-INR, rapid cardiac markers diagnostics, then drugs of abuse screening, urine strip testing, pregnancy testing, fecal occult blood analysis, food pathogen screening, hemoglobin estimation, infectious disease testing and cholesterol screening etc.